the question. Show that if f from A to B and g from B to C are 1, 1, then g composition of A to C is also 1. അതായത് രണ്ട് 1, 1 ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ വീണ്ടും എന്താണ് 1, 1 ആണ്. ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ആദ്യത്തെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയിൽ നിന്ന് ബിയിലേക്ക്, രണ്ടാമത്തെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡിയിൽ നിന്ന് സിയിലേക്ക്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എയിൽ നിന്ന് സിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. അപ്പോൾ ഈ എയിൽ നിന്ന് സിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. ആ ഫംഗ്ഷൻ്റെ പേരാണ് ജി കോമ്പോസിഷൻ. ഇവിടെ എഫ് കോമ്പോസിഷൻ ജി എക്സിസ്റ്റ് ചെയ്തില്ല. കാരണം ജി ബിയിൽ നിന്ന് സിയിലേക്കാം, സിയിൽ നിന്ന് പോകുന്ന മറ്റൊരു ഫംഗ്ഷൻ ഇല്ല. അതുകൊണ്ട് എഫ് കോമ്പോസിഷൻ ജി ഈസ് നോട്ട് ഡിഫൈൻഡ്, ബട്ട് ജി കോമ്പോസിഷൻ എഫ് ഈസ് ഡിഫൈൻഡ്. ദാറ്റ് ഈസ് ഓൾസോ 1 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് 1, 1 പ്രൂവ് ചെയ്യുന്നത്? ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1, 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്ത മാർഗം എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുക്കുമ്പോൾ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടണം. അപ്പോഴാണ് എഫ് 1, 1 ആണെന്ന് പറയുന്നത്. നമുക്ക് 1, 1 ആണെന്ന് പറയേണ്ടത് ജി കോമ്പോസിഷൻ എഫ് ആണ്. എഫും ജിയും 1, 1 ആണ് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളാണ് എഫും ജിയും 1, 1 ആണ്. വി ഹാവ് ടു പ്രൂവ് ജി കോമ്പോസിഷൻ ഇഫ് ഓൾസോ 1. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ തുടങ്ങാം. നമുക്കറിയാം ജി കോമ്പോസിഷൻ എഫ് ഈസ് ഫ്രം എ ടു സി. ഇത് 1, 1 ആണോ പ്രൂവ് ചെയ്യേണ്ടത്. ഇതിലൂടെ നമുക്ക് ഇങ്ങനെ സപ്പോസ് ചെയ്യാം, ഇഫ് G composition f of x1 equals G composition f of x2. Our aim is to prove നമുക്ക് തെളിയിക്കേണ്ടത് x1 equal to x2 എന്നാണ്. അങ്ങനെ x1 equal to x2 എന്ന് കിട്ടിയാൽ നമുക്ക് പറയാം 1, 1 ആണ്, അല്ലെങ്കിൽ 1, 1 അല്ലേ. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പോസിഷൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ കണ്ടത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ദാറ്റ്സ് എ ഡെഫിനിഷൻ ഓഫ് കോമ്പോസിഷൻ. ഈക്വൽസ് ജി ഓഫ് എഫ് ഓഫ് x2. അപ്പോൾ നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്നത് ജി ഓഫ് എഫ് ഓഫ് x1 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് x2 എന്നാണ്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ബിയിൽ നിന്ന് സിയിലേക്കാണ്. ആ ഫംഗ്ഷൻ എങ്ങനെയുള്ള ഫംഗ്ഷനാണ്? 1, 1 ആണ്. ഗിവൺ ബോത്ത് എഫ് ആൻഡ് ജി ആർ 1, 1. അപ്പോൾ ജിയുടെ 1, 1 എന്ന് പറയുന്ന ക്രൈറ്റീരിയ നമ്മളിവിടെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ജി 1, 1 ആണെങ്കിൽ തീർച്ചയായിട്ടും ജി ഓഫ് x1 ഈക്വൽ ടു ജി ഓഫ് x2 എന്ന് എഴുതാം. അപ്പോൾ ജി 1, 1 ആയതുകൊണ്ട് ജി ഓഫ് എഫ് ഓഫ് x1 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് x2 ആയതുകൊണ്ട് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. ദിസ് ഇംപ്ലൈസ് f of x1 equals f of x2. What is the reason? Yes, since g is 1, g 1, 1 ആണ്. അതുകൊണ്ടാണ് നമുക്ക് എഴുതാൻ പറ്റിയത് f of x1 equal to f of x2. Again, also f is also 1, 1. So f of x1 equal to f of x2 നെ നമുക്ക് എങ്ങനെ എഴുതാം? x1 equal to x2. Since f is 1, f 1, 1 ആയത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് ജി ഓഫ് എഫ് ഓഫ് x1 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് x2 എന്ന് എടുത്തപ്പോൾ നമുക്ക് x1 ഈക്വൽ ടു x2 എന്നുള്ള കൺക്ലൂഷനാണ് കിട്ടിയത്. Therefore we can say G composition F is also 1. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഷോ ദാറ്റ് ഇഫ് എഫ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു സി ആർ ഓൺഡ്, ദെൻ പ്രൂവ് G composition F from A to C is also owned. അപ്പോൾ 1, 1 എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. അടുത്ത നമ്മൾ ഓൺഡ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം ശ്രദ്ധിച്ചാട്ടെ. ഷോ ദാറ്റ് ഇഫ് എഫ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു സി ആർ ഓൺഡ്, ദെൻ ദ കോമ്പോസിഷൻ ഫ്രം ഫംഗ്ഷൻ ജി കോമ്പോസിഷൻ എഫ് ഫ്രം എ ടു സി ഈസ് ഓൾസോ ഓൺഡ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തതാണ് ഓൺഡ് എന്താണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്കാണ് പറയുന്നതെങ്കിൽ ആ ഫംഗ്ഷൻ ഓൺഡ് ആണെന്ന് പറയാനുള്ള ക്രൈറ്റീരിയ എന്താണ്? അപ്പോൾ ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലോട്ടാണെങ്കിൽ വൈയിലെടുക്കുന്ന ഏതൊരു എലമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ആർബിട്രറി എലമെൻറ്റ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിൽ ഒരു എലമെൻറ്റ് ഉണ്ടെന്നും ആ എക്സിൽ കിട്ടിയ എലമെൻറ്റിൻ്റെ എഫ് ഇമേജ് എടുക്കുമ്പോൾ വൈ കിട്ടുമെന്ന് തെളിയിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ജി കോമ്പോസിഷൻ എഫ് ആണ്, ഓണ്ടുമാണ്. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം. ജി കോമ്പോസിഷൻ എഫ് ഇവിടെ നിന്നാണ് എയിൽ നിന്ന് സിയിലേക്ക്. ഓക്കെ, ഈ ഫംഗ്ഷനാണ് നമുക്ക് ഓണ്ടുവാണെന്ന് പ്രൂവ് ചെയ്യുന്നത്. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്ക് പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഇതാണ്
ഈ സിയിൽ നിന്നൊരു എലമെന്റ് എടുക്കും. ആ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എയിൽ ഒരു എലമെന്റ് ഉണ്ടെന്നും ആ എലമെന്റിന്റെ ജി കോമ്പോസിഷൻ എഫിനാലുള്ള ഇമേജ് ഈ നമ്മൾ സിയിൽ എടുത്ത എലമെന്റ് ആണ് എന്നുകൂടെ നമുക്ക് പ്രൂവ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി നമുക്കത് തുടങ്ങാം. ലെറ്റ് ഇസഡ് എലമെന്റ് ഓഫ് സി. ഞാൻ സിയിൽ നിന്ന് ഇസഡ് എടുത്തു. അതായത് നമ്മൾ സാധാരണ പറയുമ്പോൾ ഇത് എക്സ് എന്ന് പറയും, ഇത് വൈ എന്ന് പറയും, പിന്നെ മറ്റൊരു സെറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്തെ എലമെന്റുകൾ സ്മോൾ ഇസഡ് എന്ന് എടുത്തിരിക്കും. സ്മോൾ ഇസഡ് ഓർമ്മിക്കാൻ ഇസഡ് എലമെന്റ് ഓഫ് സി. ഇവിടെ നിന്നാണ് ഇസഡ് എടുത്തത്. പക്ഷേ ജി എവിടെ നിന്ന് എങ്ങോട്ടുള്ളതാണ്? ബിയിൽ നിന്ന് സിയിലേക്കുള്ളതാണ്. അപ്പം ശരിക്കും നമ്മൾ ഈ സിയിൽ നിന്നാണ് എന്തെടുത്തിരിക്കുന്നത്? ഇസഡ് എടുത്തിരിക്കുന്നത്. അപ്പൊ ജി ബിയിൽ നിന്ന് സിയിലേക്ക് ആയതുകൊണ്ടും ജി ഓണ്ടു എന്ന് തന്നിട്ടുണ്ട്, എഫ് ഓണ്ടു എന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് കോമ്പോസിഷൻ ഓണ്ടു എന്ന് പ്രൂവ് ചെയ്തത്. അപ്പൊ സി എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തത്. അപ്പൊ അത് ഈ സെറ്റിലുണ്ട്, സിയിലുണ്ട്, എടുത്തിരിക്കുകയാണ്. ജി എന്താണ്? ഓണ്ടു ആണ്. ജി ഓണ്ടു ആണ്. ഇതിനകത്ത് ഏതൊരു എലമെന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? ഡൊമൈനിൽ ഒരു എലമെന്റ് ഉണ്ട്. ഡൊമൈനിന്റെ ഡൊമൈനിൽ കിട്ടിയ എലമെന്റ് ജി ഇമേജ് എടുക്കുമ്പോൾ സിയിൽ നമ്മൾ എടുത്ത എലമെന്റ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനി ഉപയോഗിക്കുന്നത്. ലെറ്റ് ഇസഡ് എലമെന്റ് ഓഫ് സി എന്ന് നമ്മൾ പറയാണ്. സിൻസ് ജി ഈസ് ഓൺഡ്, ദാറ്റ് ഈസ് ഗിവൺ, there exists y element of B such that g of y equal to z. ഈ കാര്യം മനസ്സിലായോ? ഇസഡ് നമ്മൾ അങ്ങനെ സ്മോൾ ഇസഡ് എഴുതിക്കാം. ഈ കാര്യം മനസ്സിലായോ? എന്താ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ജിയുടെ ഓണ്ടു എന്നുള്ള ക്രൈറ്റീരിയൻ എടുത്ത് നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ആണ് ഓണ്ടു ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ജി കോമ്പോസിഷൻ എഫ് എയിൽ നിന്ന് സിയിലേക്കാണ്. അപ്പോൾ നമ്മൾ എന്താണ് സിയിൽ എയിൽ നിന്ന് സിയിലേക്കാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ജി കോമ്പോസിഷൻ എഫ്. അപ്പം ഇതിൻ്റെ കോഡൊമൈനായ സിയിൽ നിന്ന് ഒരു എലമെന്റ് എടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയിൽ എലമെന്റ് ഉണ്ടെന്ന് നമുക്ക് സ്ഥാപിക്കേണ്ടത്. അപ്പോൾ നമ്മൾ സിയിൽ നിന്ന് റിസൾട്ട് എടുത്തത് കൊണ്ട് ജിയുടെ ഓണ്ടു എന്നുള്ള ക്രൈറ്റീരിയൻ ഉപയോഗിച്ചിരിക്കുകയാണ്. എന്താണ്? ഇതിനകത്ത് നിന്ന് റിസൾട്ട് എടുത്താൽ ജി ഓണ്ടു ആണെങ്കിൽ ജിയുടെ ഡൊമൈനിൽ ഒരു എലമെന്റ് ഉണ്ടാവും. ആ എലമെന്റ് നമ്മൾ വൈ എന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ എ എലമെന്റ് ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എയിലെ എലമെന്റുകൾ എക്സുകളെന്നും ബിയിലെ എലമെന്റുകൾ വൈകളെന്നും സിയിലെ എലമെന്റിലെ എക്സുകളെന്നും നമ്മൾ നൊട്ടേഷൻ ചെയ്ത് തന്നേ ഉള്ളൂ. അത് നമുക്ക് ഏത് നൊട്ടേഷൻ വേണമെങ്കിലും ചെയ്യും. അപ്പോൾ അത് കഴിയും അല്ലേ. ഇപ്പം നമ്മൾ വീണ്ടും നോക്കുക, നമ്മൾ വൈ എവിടെ നിന്നാണ് വന്നത്? ബി അല്ലേ. ബിയിലേക്ക് വരുന്ന മറ്റൊരു ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഓണ്ടുമായിട്ടുള്ള മറ്റൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ്. അപ്പോൾ അതാണ് നമ്മൾ ഇനി അടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. എന്താണ്? സിൻസ് y element of B and f is odd, there exists x element of A such that f of x equal to 1. അത് എഫിന്റെ ഓണ്ടു എന്ന് പറയുന്ന ക്രൈറ്റീരിയൻ ആണ് നമ്മൾ ഉപയോഗിച്ചത് അല്ലേ. ഇനി നമുക്ക് നോക്കാം. നൗ നമ്മുടെ എയിം എന്ന് പറയുമ്പോൾ സിയിൽ നിസഡ് എടുത്തിരിക്കുകയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എയിൽ ഒരു എലമെന്റ് ഉണ്ടാകും. എയിൽ ഒരു എലമെന്റ് എക്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ എക്സിന്റെ ജി കോമ്പോസിഷൻ എഫിനുള്ള ഇമേജ് ഇസഡ് ആണ് സ്ഥാപിച്ചെടുക്കുന്നത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് ഇസഡ് കിട്ടിയാൽ നമ്മുടെ പ്രശ്നം കഴിഞ്ഞു. ജി കോമ്പോസിഷൻ എഫ് എന്താണ്? കൊണ്ടുപോകണം. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. അത് കോമ്പോസിഷൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇങ്ങനെ so this is equal to g of f of x എന്താണ്? y ആണ് അല്ലേ. that's equal to g of y എന്താണ്? z ആണ്. അപ്പോൾ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നത്? എയിൽ നിന്ന് സിയിലേക്കായിരുന്നു ജി കോമ്പോസിഷൻ എഫ്. അതിൻ്റെ കോഡൊമൈനായ സിയിൽ നിന്ന് ഒരു z എടുക്കുക. അപ്പോൾ ഡൊമൈനിൽ ഒരു എക്സ് ഉണ്ടെന്നും ആ എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ ജി കോമ്പോസിഷൻ എഫിലുള്ള ഇമേജ് z ആണെന്ന് പ്രൂവ് ചെയ്തു. ഇതിൻ്റെ അർത്ഥം എന്താണ്? therefore ജി കോമ്പോസിഷൻ എഫ് ഈസ് ഓൾസോ ഓണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് പ്രോബ്ലം ചെയ്തു. ഒന്ന് പറഞ്ഞത് എഫ് എന്ന് പറയുന്നതും ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻ ചെയ്യത്തക്ക വിധമാണ് ആ രണ്ട് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ആ രണ്ട് ഫംഗ്ഷൻ ഓണ്ടു ആയപ്പോൾ കോമ്പോസിഷൻ ഫംഗ്ഷൻ ഓണ്ടു ആണ്. ഫസ്റ്റിലെ ചെയ്ത പ്രോബ്ലം ആ രണ്ട് ഫംഗ്ഷനും 1 1 ആയപ്പോൾ അതിൻ്റെ കോമ്പോസിഷൻ ഫംഗ്ഷൻ എന്താണ്? 1 1 ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഷോ ദാറ്റ് ഇഫ് എഫ് ഫ്രം r മൈനസ് സെറ്റ് 7/5 എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പറിൽ നിന്ന് ഒരു എലമെന്റ് എടുത്ത് മാറ്റിയിരിക്കും. ഏത് എലമെന്റ്? 7/5 എന്ന് പറയുന്ന എലമെന്റ്. ആ സെറ്റിൽ നിന്നാണ് മറ്റൊരു സെറ്റിലേക്ക് ആറിലോട്ടുള്ള r മൈനസ് സെറ്റ് 3/5 ഈസ് ഡിഫൈൻഡ്
എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്താണ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് 3x + 4/5x - 7. അപ്പോൾ ഈ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാം, ഈ റാഷണൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ 0 ആവരുത്. ഡിനോമിനേറ്റർ ഏതാ? 5x - 7. അത് 0 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 5x - 7 = 0 എന്നായാൽ നമുക്ക് മനസ്സിലാവും 5x - 7 0 ആണെങ്കിൽ, നിങ്ങളിപ്പോൾ എഴുതൊന്നും വേണ്ട, ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. 5x - 7 0 ആണെങ്കിൽ 5x എത്ര? 7 ആണ്. അപ്പോൾ x എത്ര? 7/5. അപ്പോൾ x 7/5 ആവുമ്പോൾ മാത്രമേ ഇത് ഡിഫൈൻഡ് ആകാതിരിക്കുന്നുള്ളൂ. അതാണ് ഡൊമൈനിൽ ആര് പാടില്ല? 7/5 പാടില്ല. അത് 7/5 ഈ ഫംഗ്ഷനായി ഇമേജ് ഇല്ല. അപ്പോൾ അല്ലാത്ത എലമെൻറ്റുകൾക്കാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചത്. അതേപോലെ അനദർ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം r - 3/5 ടു, അതായത് എഫിൻ്റെ ഡൊമൈൻ r - 7/5 കോഡൊമൈൻ r - 3/5 ആണ്. അപ്പോൾ അതിൻ്റെ കോഡൊമൈനിൽ നിന്ന് തിരിച്ച് അതിൻ്റെ ഡൊമൈനിലേക്കാണ് ജി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് എഫ് എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ജി ഡിഫൈൻ ചെയ്തിരുന്നത് ബിയിൽ നിന്ന് എയിലേക്കാണ്. ഈസ് ഡിഫൈൻഡ് ലൈക്ക് ദിസ്. നിങ്ങൾക്കറിയാം, ഇത് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ 5x - 3 എന്ന് പറയുന്നത് 0 ആവരുത്. അത് 0 ആയാൽ 5x 3 ആവും. 5x 3 ആയാൽ x എത്ര ആവും? 3/5. അപ്പോൾ 3/5 എന്ന് പറയുന്ന ഫംഗ്ഷന് ഇമേജ് കിട്ടുന്നില്ല, ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് ഈ സെറ്റിൽ നിന്ന് ആ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്, നമുക്ക് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷനാണ് പ്രൂവ് ചെയ്യാനുള്ളത്. എഫ് കോമ്പോസിഷൻ ജി ഐ എ. അപ്പം ഐ എ എന്താണെന്നും പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്. ആൻഡ് ജി കോമ്പോസിഷൻ ഓഫ്, ഇവിടെ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും എക്സിസ്റ്റ് ചെയ്യും. അത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. പക്ഷേ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ ബി ആണ്, മറ്റേ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ എ ആണ്. അതെല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം. അവർ ഈ സെറ്റിനെ, അതായത് എ = എന്താണ് r - 3/5 എന്ന് പറയുന്ന സെറ്റാണ് എ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു സെറ്റ് ഉണ്ടായിരുന്നു r - 7/5, അതാണ് സെറ്റ് ബി. പിന്നെ അവർ പറയുന്നു ഇവിടെ ഈ ഐ എ എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താണ്? ഐ എ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ. ഐ ബി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ബി. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. എഫ് ഓഫ് എക്സ് എക്സ് കിട്ടുന്ന ഫംഗ്ഷനുകളെ എന്താണ് വിളിക്കുന്നത്? ഐഡന്റിറ്റി ഫംഗ്ഷനുകളെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സഫിക്സിൽ എയും ഇവിടെ സഫിക്സിൽ ബിയും പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം, രണ്ട് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്. അപ്പോൾ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഐ എ ഓഫ് എക്സ് എന്നും ഐ ബി ഓഫ് എക്സ് എന്നും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് ബി ആർ, അതായത് ഐ എ ഓഫ് എക്സും ഐ ബി ഓഫ് എക്സും എന്താണ്? ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ സെറ്റ് എ ആൻഡ് ബി. ഫംഗ്ഷൻ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്കതൊരു എളുപ്പമാകും. എഫ് ഫ്രം r - സെറ്റ് 7/5 ബി എന്നാണ്. അപ്പോൾ എഫ് ഫ്രം ശരിക്കും ബിയിൽ നിന്ന് ഇയിലേക്ക് അല്ലേ? ആൻഡ് ജി എവിടെ നിന്നാണ്? ദിസ് ഈസ് അവർ സെറ്റ് എ. ജി ഫ്രം എ ടു ബി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ബിയിൽ നിന്ന് എയിലേക്കാണ് എഫ് അല്ലേ? എയിൽ നിന്ന് ബിയിലേക്കാണ് ജി. അപ്പോൾ അത് തിരിച്ച് വായിക്കുക. എയിൽ നിന്ന് ബിയിലേക്കുള്ളത് ജി ആണ് അല്ലേ? അപ്പം ബിയിൽ നിന്ന് എയിലേക്കുള്ളത് എഫും ആണ്. അപ്പോൾ എയിൽ നിന്ന് എയിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. ആ ഫംഗ്ഷൻ എന്താണ്? ആദ്യം ജി ആണ് ഞാൻ പറഞ്ഞത്, പിന്നെ എഫ് ആവുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ എന്താണ്? ജി കോമ്പോസിഷൻ എഫ് അല്ല, അതെന്താണ്? എഫ് കോമ്പോസിഷൻ ജി ആണ്. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഉണ്ടാകുന്നത്? എയിൽ നിന്ന് ബിയിലേക്ക്, എഫ് പിന്നെ ബിയിൽ നിന്ന് എയിലേക്ക്. അപ്പോൾ എഫ് കോമ്പോസിഷൻ ജി എന്നുള്ളത് എയിൽ നിന്ന് എയിലേക്ക്. അത് നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. കോമ്പോസിഷൻ ഫംഗ്ഷൻസുകൾ രണ്ടും എവിടെ നിന്ന് എങ്ങോട്ടാണ്. അതേപോലെ ബിയിൽ നിന്ന് എയിലേക്കാണ് എഫ്, എയിൽ നിന്ന് ബിയിലേക്കാണ് ജി. അപ്പോൾ ബിയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്? ജി കോമ്പോസിഷൻ എഫ്. അതപ്പോൾ അത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? ബിയിൽ നിന്ന് എയിലേക്ക് എഫ്, എയിൽ നിന്ന് ബിയിലേക്ക് ജി. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ബിയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കോമ്പോസിഷൻ ഫംഗ്ഷന് രണ്ട് കോമ്പോസിഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് എഫ് കോമ്പോസിഷൻ ജി ആണ്, മറ്റൊരെണ്ണം ഈ ക്വസ്റ്റ്യൻ പ്രതിപാദിക്കുന്ന മറ്റൊരെണ്ണം എന്താണ്? ജി കോമ്പോസിഷൻ എഫ് ആണ്. അത് ബിയിൽ നിന്ന് ബിയിലേക്ക്. ഇനി നമുക്ക് പറഞ്ഞ കാര്യം ചെയ്യാൻ നോക്കാം. ജി എഫ് കോമ്പോസിഷൻ ജി കൊണ്ട് ചെയ്യാം, പിന്നെ എന്താണ് ജി കോമ്പോസിഷൻ എഫും ചെയ്യാം. നൗ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് നമ്മളിത് ചെയ്യുക. എന്താണ്? ദറ്റ് ഈസ് എഫ് ഓഫ് g of x by the definition of composition. So that's equal to
എഫ് ഓഫ് എന്താ ജി ഓഫ് എക്സ്? ജി ഓഫ് എക്സ് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് 7x + 4 by 5x - 3. അതെ, ഇനി നമുക്ക് എഴുതേണ്ടത് എഫ് ആണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എഫിനാൽ എക്സിന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ 3 ഇരട്ടി പ്ലസ് 3 ടൈംസ് പ്ലസ് 4 ഓൾ ഡിവൈഡഡ് ബൈ 5 ടൈംസ് -7. അതായത് എഫ് എക്സിനെ ഇങ്ങനെയാക്കി മാറ്റും. അപ്പോൾ എഫ് ഇതിനെ എങ്ങനെയാക്കി മാറ്റും? അതായത് എഫിനകത്ത് എക്സ് ഇൻപുട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു ഫംഗ്ഷൻ വരുന്നത്. എന്ന് പറഞ്ഞാൽ എക്സ് ഇൻപുട്ട് ചെയ്തതിൻ്റെ 3 ടൈംസ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ 5 ടൈംസ് -7. അപ്പോൾ അതേപോലെ എഫ് ഇതിനെ എന്താക്കി മാറ്റുന്നത്? ഇതേ റൂള് തന്നെയാണ്. ഇൻപുട്ട് ചെയ്തതിൻ്റെ 3 ടൈംസ് പ്ലസ് 4 ഹോൾ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ചെയ്തതിൻ്റെ 5 ടൈംസ് -7. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ എങ്ങനെ വരുന്നത്? 3 ടൈംസ് ഇൻപുട്ട് ചെയ്തത് 7x + 4 by 5x - 3. This plus 4. That's a numerator. Whole divided by denominator എന്താണ്? ഇൻപുട്ട് ചെയ്തതിൻ്റെ 5 ടൈംസ്. So 5 ടൈംസ് 7x + 4 by 5x - 3 -7. ക്ലിയർ ആയല്ലോ? ഇത് നമ്മൾ ഇനി സിംപ്ലിഫൈ ചെയ്യാം. നമുക്കറിയാം സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ന്യൂമറേറ്ററിലെ LCM 5x - 3 ആണ്, ഡിനോമിനേറ്ററിലെ LCM 5x - 3 ആണ്. അപ്പോൾ അതെടുത്ത് ഞാൻ സിംപ്ലിഫൈ ചെയ്യണം. അപ്പം ഞാനിത് റബ്ബ് ചെയ്യുന്നു. ഇങ്ങോട്ട് എഴുതാൻ ബാക്കി. നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് എഫ് കോമ്പോസിഷൻ ജി ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? ന്യൂമറേറ്റർ LCM 5x - 3 the whole divided by അതിൻ്റെ ന്യൂമറേറ്ററിൽ വരുന്നത് 5x - 3 LCM. സോ 3 ടൈംസ് 7x + 4 plus 4 times 5x - 3 whole divided by denominator LCM 5x - 3 this upon 5 into 7x + 4 minus 7 into 5x - 3. ഓക്കെ, ക്യാൻസൽ ചെയ്യും. ബാക്കി വരുന്നത് നമ്മൾ എഴുതിയാൽ ഈക്വൽ ടു എന്താണ്? 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, 4 കൊണ്ട് ഇൻറ്റു ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു 21x പ്ലസ് 12 3 × 4 12 പ്ലസ് 20x മൈനസ് 12 ഹോൾ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്റർ 5 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു 35x പ്ലസ് 20 മൈനസ് 7 കൊണ്ടാണ് ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ മൈനസ് 35x minus into minus plus, so plus 20. Clear right? So 12 cancel. (35x minus 35x cancelled). So the remaining is 21x plus 20x, that is 41x. The whole divided by 20 plus 20, 41. So we will get, after cancelling 41, we will get x. So നമുക്ക് കിട്ടിയത്, നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ആണ് അല്ലേ? അപ്പം എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് നമുക്ക് കിട്ടിയത് എന്തായിട്ടാണ് കിട്ടിയിരിക്കുന്നത്? എക്സ് ആയിട്ടാണ്. ദാറ്റ്സ് ഈക്വൽ ടു, നമുക്കറിയാം എഫ് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ബിയിൽ നിന്ന് ബിയിലേക്കാം, എഫ് കോമ്പോസിഷൻ ജി എയിൽ നിന്ന് എയിലേക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് ആണ്. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ഫംഗ്ഷൻ. അപ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് എന്ന് മാത്രമല്ല, അത് ആ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഏത് സെറ്റിലുള്ള ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്? കാരണം എഫ് കോമ്പോസിഷൻ ജി എയിൽ നിന്ന് എയിലേക്ക് ആയതുകൊണ്ട് ഈ ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടിയിരിക്കുന്നത് എ എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ഈക്വൽ ടു എന്താണ്? IA of x. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ IA of x എന്നാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന IB of x എന്നാണ്. അപ്പോൾ ഇത് എ എന്ന് അങ്ങനെ മനസ്സിലായത്, നമുക്ക് മനസ്സിലായത് എഫ് കോമ്പോസിഷൻ ജി എയിൽ നിന്ന് എയിലേക്ക് ആയതുകൊണ്ട് ഇത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പാർട്ടിൻ്റെ പ്രൂഫ് കഴിഞ്ഞു. അതേപോലെ നമുക്ക് ഇനി പ്രൂവ് ചെയ്യാനുള്ളത് ജി കോമ്പോസിഷൻ എഫ് കൂടെ പ്രൂവ് ചെയ്യാം. നമ്മൾ കണ്ടതാണ് ജി കോമ്പോസിഷൻ എഫ് ബിയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജി കോമ്പോസിഷൻ ഓഫ് എക്സ് കൂടാണ് കണ്ടുപിടിക്കാനുള്ളത്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. By the definition, this is nothing g of f of x. So that's equal to g of
നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് 3x plus 4 by 5x minus 7. ഇനി നമുക്ക് ജി ഓഫ് ഒരു ഇൻപുട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ജി ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ ജിക്കകത്തോട്ട് എക്സ് ഇൻപുട്ട് ആക്കുമ്പോൾ അതെന്താണ് പ്രവർത്തിക്കുന്നത്, എന്താണത് ട്രാൻസ്ഫോം ചെയ്യുന്നത്? ആ ഫംഗ്ഷൻ ഇങ്ങനെയാണ് ആക്ട് ചെയ്ത് വരുന്നത്. എന്താണ്? ഇൻപുട്ട് ചെയ്തതിൻ്റെ 7 times പ്ലസ് 4 ഹോൾ ഡിവൈഡ് ബൈ ഇൻപുട്ട് ചെയ്തതിൻ്റെ 5 times മൈനസ് 3. ഓക്കെ, സോ നമുക്ക് ഈ റൂൾ അനുസരിച്ച് ഇത് എഴുതാം. എങ്ങനെയാണ്? ഇൻപുട്ട് ചെയ്തതിൻ്റെ 7 times. സോ 7 times by 5x minus 4 plus 4 the whole divided by ഇൻപുട്ട് ചെയ്തതിൻ്റെ 5 times മൈനസ് 3. ഇപ്പോഴത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഇപ്പോഴത്തെ നമ്മുടെ LCM എന്ന് പറഞ്ഞാൽ 5x മൈനസ് 7 ആണ് ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ അത് തന്നെയാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 7 times 3x plus 4 plus 4 times 5x minus 7 the whole divided by 5x minus 7 whole by 5 times 3x plus 4 minus 3 times 5x minus 7 the whole divided by 5x minus 7. So these two cancel. So this is equal to 21x plus 28 plus 20x minus 28 48 28 4 into 7 the whole divided by this one is 15x plus 5 into 4 20 minus 3 into 5 that is 15x minus plus 21. So here 28 get cancelled. After 21 plus 20 that is 41x the whole divided by 15x cancel, remaining is 41, so we will get x. That means identity function on where g composition of is from b to b, so that is identity function of b of x. So ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പ്രൂവ് ചെയ്തു. ഇത് ജസ്റ്റ് കോമ്പസിഷൻ ഓഫ് ഫംഗ്ഷൻ ആയിരുന്നു. പക്ഷേ ആ കോമ്പസിഷൻ എഴുതിയപ്പോൾ ഞാൻ ആദ്യം എഫ് കോമ്പസിഷൻ ജി എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് നിങ്ങളോട് പറഞ്ഞ് കാണിച്ചു. അതുപോലെ നമ്മൾ എന്ത് ചെയ്തു? ജി കോമ്പസിഷൻ എവിടെ നിന്നാണ് കൊണ്ടുവന്നു. അപ്പോൾ നമുക്കത് ക്ലിയർ ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, let f from set 1 2 3 to set a b c be 1 1 and on2 function. ശ്രദ്ധിക്കണം, 1 1 ആണ് on2 ആണ്. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. f of 1 ഇൻറ്റ് ഇമേജ് a അല്ലേ, 2 ഇൻറ്റ് ഇമേജ് b, 3യുടെ ഇമേജ് c. അതായത് ഡൊമൈനിലെ വ്യത്യസ്തമായ എലമെൻറ്റുകളുടെ ഇമേജുകളും വ്യത്യസ്തമാണ്. 1 1 ആണ്. കോഡൊമൈനിലെ എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ട്. അല്ലെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് ABC എന്ന് പറഞ്ഞ സെറ്റാണ്. അത് കോഡൊമൈനുമായിട്ട് എന്ത് ചെയ്തു? കോയിൻസൈഡ് ചെയ്തു, കൊണ്ടുപോകാം. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് 1 1 on2 ഫംഗ്ഷൻ. ഷോ ദാറ്റ് there exists a function from എഫിൻ്റെ കോഡൊമൈൻ ആരാണ്? ABC എന്ന് ഡൊമൈനിലേക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. എങ്ങനെയെന്നാൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമെന്ന് മാത്രമല്ല, എങ്ങനെയെന്നാൽ ജി കോമ്പോസിഷൻ എഫ് ചെയ്തപ്പോൾ IX കിട്ടി. എക്സ് എന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സെറ്റ് 1 2 3 എന്ന് പറഞ്ഞ സെറ്റിനെയാണ് എക്സ് എന്ന് വിളിച്ചത്. ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടിയത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയേണ്ട കാര്യമില്ല, മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മളത് വിശദീകരിച്ചത്. അതുപോലെ എഫ് കോമ്പോസിഷൻ ജി ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഐഡന്റിറ്റി ഫംഗ്ഷൻ Y കിട്ടി എന്നാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ഇതും മുമ്പത്തെ പ്രോബ്ലം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മുമ്പത്തെ ഫംഗ്ഷന് എന്താണ്? ഒരു ഇൻഫിനിറ്റി സെറ്റിൽ നിന്ന് മറ്റൊരു ഇൻഫിനിറ്റി സെറ്റിലേക്കായി. ഇതിപ്പോൾ എന്താണ്? 3 എലമെൻറ്റുള്ള സെറ്റിൽ നിന്ന് 3 എലമെൻറ്റുള്ള സെറ്റിലേക്കാണ്. 1 1 on2 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. മുമ്പേ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടായി, ആ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫംഗ്ഷൻ ഉണ്ടായി. മുമ്പേ അങ്ങനെ അതിൻ്റെ കോഡൊമൈനിൽ നിന്ന് ഡൊമൈനിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായി. എങ്ങനെയെന്നാൽ ഫംഗ്ഷൻ എന്താണ് തന്നിട്ടുണ്ട്. ഇവിടെ ആ ഫംഗ്ഷൻ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ABC എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് 1 2 3യിലേക്ക് ഉണ്ടാകണമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷേ ജി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു വെച്ചിട്ടില്ല. അപ്പോൾ അതാണ് മുമ്പത്തെ പ്രോബ്ലം ഈ പ്രോബ്ലം തമ്മിലുള്ള വ്യത്യാസം. എന്ന കാര്യം മനസ്സിലായാലും
അപ്പോൾ എന്തായാലും നമുക്ക് ആൻസർ ചെയ്യേണ്ടതാണ്. മുമ്പേ പറഞ്ഞ പോലെ അങ്ങനെ എഴുതി പോകുന്നതായിരിക്കും നല്ലത്. എഫ് ഫ്രം 1 2 3 എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ABC എന്ന് പറയുന്ന സെറ്റിൽ 1 2 3 എന്ന് പറയുന്ന സെറ്റിനെയാണ് അവർ റീനെയിം ചെയ്ത് എക്സ് എന്ന് വിളിച്ചിരിക്കുന്നത്. സോ എഫ് ഫ്രം എക്സ് ടു വൈ ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ആൻഡ് G from in notation is G from y to x. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയാം. മുമ്പ് നമുക്ക് ജി എന്ന ഫംഗ്ഷൻ ആ പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 2 3 എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ABC എന്ന് പറയുന്ന സെറ്റിലോട്ടാണ്. എങ്ങനെയെന്നാൽ 1 ഇമേജ് A ആണ്, 2 ഇമേജ് B ആണ്, 3 ഇമേജ് C ആണ് അല്ലേ. അപ്പം എയുടെ പ്രീ ഇമേജ് ആരാന്ന് ചോദിച്ചാൽ 1 അല്ലേ. അപ്പോൾ എയുടെ പ്രീ ഇമേജ് 1, ബിയുടെ പ്രീ ഇമേജ് 2 ആണ്. അപ്പോൾ സിയുടെ പ്രീ ഇമേജ് എന്താണ് 3. അപ്പോൾ നമുക്ക് ജി ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലോട്ടാണ് പറയുന്നത് കൊണ്ട് ജി ഓഫ് എ നമുക്ക് 1 ആയിട്ട് ഡിഫൈൻ ചെയ്താൽ മതി, ജി ഓഫ് ബി 2 ആയിട്ട് ഡിഫൈൻ ചെയ്യും, ജി ഓഫ് സി 3 ആയിട്ട് ഡിഫൈൻ ചെയ്യും. അതാണ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ എടുക്കാം. ഓക്കെ, എഫ് ഫ്രം എക്സ് ടു വൈ ആൻഡ് ജി ഫ്രം വൈ ടു എക്സ് ഡിഫൈൻഡ് ബൈ, ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഡിഫൈൻഡ് ബൈ ജി ഓഫ് എ ഈക്വൽ ടു 1, ജി ഓഫ് ബി ഈക്വൽ ടു, അങ്ങനെ ഡിഫൈൻ ചെയ്താൽ ഈ അവസ്ഥ പാലിക്കപ്പെടും. അത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ജി ഓഫ് ബി 2 ആൻഡ് ജി ഓഫ് സി ഈക്വൽ ടു 3. അവിടെ പ്രീ ഇമേജ് ആയിട്ട് ഡിഫൈൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി കോമ്പോസിഷൻ എഫ് ഐ എക്സ് ആണ് പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ ജി കോമ്പോസിഷൻ എഫ് കോമ്പോസിഷൻ ജി ഐ വൈ ആണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ജി കോമ്പോസിഷൻ എഫ് നോക്കാം. ജി കോമ്പോസിഷൻ എഫ് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജി കോമ്പോസിഷൻ എഫും എഫ് കോമ്പോസിഷൻ ജിയും എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന്. ആദ്യം നമുക്ക് ജി കോമ്പോസിഷൻ എഫ് പറയുന്നുണ്ട്, അത് എവിടെ നിന്ന് എങ്ങോട്ടാണെന്ന്. എഫ് എക്സിൽ നിന്ന് വൈയിലേക്ക് അല്ലേ, വൈയിൽ നിന്ന് എക്സിലോട്ട് പോയത് ജി. അപ്പോൾ ദർ ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു എക്സ്, ദാറ്റ് ഫംഗ്ഷൻ ഈസ് കോൾഡ് ജി കോമ്പോസിഷൻ എഫ്. അപ്പോൾ ജി കോമ്പോസിഷൻ ഈസ് ഫ്രം എക്സ് ടു എക്സ്. അപ്പോൾ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് എക്സിൽ നിന്ന് എക്സിലോട്ടാണെന്ന് മനസ്സിലായി. ആ ജി കോമ്പോസിഷൻ എഫിൻ്റെ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാൽ എലമെന്റുകളുടെ ഇമേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എക്സിൽ നിന്ന് എക്സിലേക്കാണ് പോയി. എക്സ് എന്ന് പറഞ്ഞ സെറ്റ് എത്ര? 1 2 3. അപ്പോൾ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എന്ത് ആവശ്യമാണ്? 1 ആവശ്യമാണ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എന്ത് ആവശ്യമാണ്? 2 ആവശ്യം. കാരണം ജി കോമ്പോസിഷൻ എഫിന്റെ ഡൊമൈൻ എക്സ് ആണ്, ഡൊമൈനിലെ എലമെന്റുകളുടെ ഇമേജ് ആണ് ആവശ്യമുള്ളത്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 ആവശ്യം. അപ്പോൾ നമുക്കത് നോക്കാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്താണ്? ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് 1. ഓക്കെ, ദാറ്റ് ഈസ് ജി ഓഫ് f of 1 is nothing, that is given a, that is g of a. What is g of a? We define like this, g of a is 1. So g of a is 1. അപ്പോൾ g composition f of 1 1 തന്നെ. അപ്പോൾ എന്താണ് അടുത്തത്? g composition f of എക്സിലെ എലമെന്റുകളാണ്. അടുത്ത എക്സിലെ അടുത്ത എലമെന്റ് 2 ആണ്. That means g of f of 2 അല്ലേ. That means g of f of 2 is nothing, b അല്ലേ. g of b നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, g of b 2 ആണ്. ഓക്കെ, സോ 2. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് ആണ് 2 ഇമേജ് 2. ഇനിയിപ്പോൾ എക്സിലർ എലമെന്റ് ഉള്ളൂ 3, അതോടെ കണ്ടുപിടിച്ചാൽ ജി കോമ്പോസിഷൻ എഫ് ഡിഫൈൻഡ് ആയി. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3, ദാറ്റ് മീൻസ് ജി ഓഫ് എഫ് ഓഫ് 3, ദാറ്റ് ഈസ് ജി ഓഫ് എഫ് ഓഫ് 3 ഈസ് വാട്ട്? സി. സോ ദാറ്റ് ഈസ് ജി ഓഫ് സി ഈസ് 3. അപ്പോൾ നിങ്ങൾ നോക്കി, എക്സിലെ എലമെന്റുകളായിരുന്നു 1 2 3. 1 ഇമേജ് 1 തന്നെയാണ്, 2 ഇമേജ് 2 തന്നെയാണ്, 3 ഇമേജ് 3 തന്നെയാണ്. അപ്പോൾ അത് എന്താണ്? ഐഡന്റിറ്റി ഫംഗ്ഷനാണ്. ഏത് സെറ്റിലുള്ള? എക്സിലുള്ള. അപ്പോൾ ദാറ്റ് ഈസ് ക്ലിയർലി ജി കോമ്പോസിഷൻ എഫ് ഈക്വൽ ടു എന്താണ്? ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ എക്സ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാം. നമുക്കിനിപ്പോൾ ഒന്നുകൂടെ പ്രൂവ് ചെയ്താൽ മതി. എന്താണ്? നമ്മൾ എഫ് കോമ്പോസിഷൻ ജി എന്താണെന്ന് പ്രൂവ് ചെയ്യണം, ഐ വൈ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതോടെ കഴിയുമ്പോൾ പ്രോബ്ലത്തിന് ആൻസർ. അപ്പോൾ മുമ്പത്തെ പ്രോബ്ലവും ഇത് നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ജി ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുമായിരുന്നു അല്ലേ. അപ്പം ഒരു പ്രത്യേകതയുണ്ട്, ജി ഡിഫൈൻ ചെയ്യുമായിരുന്നു. അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 1 1 ഫംഗ്ഷനാണ്. നമ്മളെന്താ അങ്ങനെ എടുത്തെടുത്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ അടുത്ത ഒരു പ്രോബ്ലത്തോടു കൂടി നമ്മളൊരു ഫാക്റ്റിലേക്ക് പോവുകയാണ്. അതായത് ഒരു ഫംഗ്ഷന് അത് ഞാനിപ്പം പറയുന്നതേ ഉള്ളൂ, പിന്നീട് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്ക് 1 1 1 ആയിട്ട് പോയാൽ തിരിച്ച് അതിൻ്റെ കോഡൊമൈനിൽ നിന്ന് എന്ത് കാണും? ഒരു ഫംഗ്ഷൻ ഡൊമൈനിലേക്ക് ഉണ്ടാകും. അപ്പം നിങ്ങൾക്കറിയാം, ഓണ്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ ആരും എന്താണ് വെറുതെ നിൽക്കുന്നില്ലെന്നാണ്. റേഞ്ച് കോഡൊമൈന് തുല്യമായി.
അപ്പോൾ എല്ലാ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് അങ്ങോട്ടൊരു എലമെന്റ് ഒരു പ്രീ ഇമേജ് കാണും അല്ലേ, ഒരു റിലേഷൻ കാണും അല്ലേ. അപ്പം അത് വെച്ചൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും അല്ലേ. അപ്പോൾ എന്തായിരിക്കണം, 1 1 ഓണ്ടും ആയിരിക്കണം. 1 1 മാത്രമായാൽ പറ്റില്ല, ഓണ്ട് മാത്രമായാൽ പറ്റില്ല. ഓണ്ട് മാത്രമായാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പല എക്സാമ്പിൾ കണ്ട നമ്മളെല്ലാവരുടെ കണ്ണാടി പോയി നിൽക്കും. അപ്പോൾ നമ്മളിവിടെ എത്ര പേര് നിന്നു അത്രയും പേർക്ക് ഇവിടെ പ്രീ ഇമേജ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് അത്രയും പ്രീ ഇമേജ്, അപ്പോൾ അത്രയും പ്രീ ഇമേജിൽ നിന്ന് അത്രയും ഇമേജിൽ നിന്നാണ് അത്രയും പ്രീ ഇമേജ്. നമ്മളിവിടെ നിന്നാൽ കുറേ ഇമേജുകൾ, ആ ഇമേജുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പ്രീ ഇമേജുകൾ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫംഗ്ഷൻ ഉണ്ട്. ഈ പറയുന്ന ഫംഗ്ഷൻ 1 1 കൊണ്ടുപോയത് അത് ശ്രദ്ധിക്കും. അപ്പോൾ ഇനി നമുക്കിനി പുരിക്കേണ്ടത് എന്താണ്, എഫ് കോമ്പോസിഷൻ ജി ആണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എഫ് കോമ്പോസിഷൻ ജി എവിടുന്ന് എങ്ങോട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത് നിങ്ങൾ നോക്കി, ജി വൈയിൽ നിന്ന് എക്സിലേക്കാണ്, എക്സിൽ നിന്ന് വൈയിലോട്ട് പോകുന്നത് എഫ് ആണ്. അപ്പം വൈയിൽ നിന്ന് വൈയിലോട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അത് നമ്മൾ ജി ആവാണ്. അപ്പോൾ വൈയിൽ നിന്ന് വൈയിലോട്ടൊരു ഫംഗ്ഷനാണ് എഫ് കോമ്പോസിഷൻ ജി, ദറ്റ് ഈസ് ഫ്രം വൈ ടു. അപ്പോൾ ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എഫ് കോമ്പോസിഷൻ ജി ഓഫ് എന്താണെന്ന് അറിയണമെങ്കിൽ എഫ് കോമ്പോസിഷൻ ജിയുടെ ഡൊമെയിൻ അറിയണം. ഡൊമെയിൻ വൈ ആണ്. അപ്പോൾ വൈയിലെ എലമെന്റുകൾ ആരാ, എ ബി സി. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എ ആണ്. നമ്മൾ ഇത് എഴുതുമ്പോൾ അത് ക്ലിയർ ആണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ 1 ഇടണോ എ ഇടണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതൊന്നും വേണ്ട. സോ ദറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എ. വാട്ട് ഈസ് അവർ ജി ഓഫ് എ? ജി ഓഫ് എ ഈസ് 1. വാട്ട് ഈസ് എഫ് ഓഫ് 1? ദറ്റ് ഈസ് എ. സോ എയുടെ ഇമേജ് എ തന്നെ അല്ലേ. അതുപോലെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് ബി, അതിലുള്ള അടുത്ത എലമെന്റ് ബി എ. എഫ് ഓഫ് ജി ഓഫ് ബി, that is f of g of b is what? 2. That is, what is f of 2? f of 2 is b. That is b. So b യുടെ ഇമേജ് എഫ് കോമ്പോസിഷൻ ജി ബി തന്നെയാണ്. അതുപോലെ എഫ് കോമ്പോസിഷൻ ജി ഓഫ് സി യുടെ കണ്ടുപിടിക്കും. സോ എഫ് കോമ്പോസിഷൻ ജി ഓഫ് സി is equal to f of g of c. g of c is nothing, 3. f of c is what? c. സോ അവിടെ അങ്ങനെ തന്നെയാണ് കിട്ടിയത്. വൈയിലെ എലമെന്റുകളുടെ എല്ലാ ഇമേജ് അത് തന്നെ കിട്ടി. എയുടെ ഇമേജ് എ തന്നെയാണ്, ബിയുടെ ഇമേജ് ബി തന്നെയാണ്, സിയുടെ ഇമേജ് സി തന്നെയാണ്. എഫ് കോമ്പോസിഷൻ ജി ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എഫ് കോമ്പോസിഷൻ ജി എന്താണ്, ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് ഏത് സെറ്റിലാണ്, വൈയിലാണ്. നമ്മുടെ ആ ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ പോയി. അപ്പം നോട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലം അല്ലേ, ആ പ്രോബ്ലത്തിൻ്റെ ബേസിൽ നമുക്കൊരു റിസൾട്ട് പറയാൻ സാധിക്കുകയാണ്. ദ റിസൾട്ട് മെൻഷൻഡ് ഇൻ ദി പ്രീവിയസ് പ്രോബ്ലം is true for any arbitrary 1 1 onto function. അതായത് നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞത്, എഫ് ഒരു സെറ്റിൽ നിന്ന് എക്സിൽ നിന്ന് വൈയിലേക്കുള്ള 1 1 onto ഫംഗ്ഷൻ ആണെങ്കിൽ അല്ലേ, ജി എന്ന് പറയുന്ന ഒരു സെറ്റ് എഫിൻ്റെ കോഡൊമൈനിൽ നിന്ന് ഡൊമൈനിലേക്ക് ഉണ്ടാകുന്നു. അതിൻ്റെ കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ചെയ്തപ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ എക്സ് എന്നും എഫ് കോമ്പോസിഷൻ ജി ചെയ്തപ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ ഓൺ വൈ എന്നും കിട്ടി. Result mentioned in the previous problem is true for an arbitrary 1 1 onto function f from x to y, and the converse is also true. Converse is also true. എന്താ കോൺവേഴ്സ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നോക്കാം. ആദ്യം എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് 1 1 and onto function. Then there exists a function g from y to x such that g കോമ്പോസിഷൻ എഫ് ഈക്വൽ ix and f കോമ്പോസിഷൻ g is equal i. അത് നമ്മൾ ആ പ്രോബ്ലത്തിൽ കണ്ടത്. പിന്നെ അതിൻ്റെ കോൺവേഴ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. കോൺവേഴ്സ് എന്താണ്, അതായത് കോൺവേഴ്സ് ഇതാണ്, എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് എ ഫംഗ്ഷൻ സച്ച് ദാറ്റ് there exists a function g from y to x such that g composition f is equal ix and f composition g is equal iy. Then f must be 1 1 and 2. 1 1 and 2 എന്ന് പറയുന്ന മറ്റൊരു പേരെന്തായാലും ബൈജക്ഷൻ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വെച്ച ഇത്രയേ ഉള്ളൂ. എഫ് എക്സിൽ നിന്ന് വൈയിലേക്ക് ഒരു ബൈജക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും വൈയിൽ നിന്ന് എക്സിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. ആ ഫംഗ്ഷൻ ജി കോമ്പോസിഷൻ എഫ് ഐ എക്സ് എന്നും എഫ് കോമ്പോസിഷൻ ജി ഐ വൈ എന്നുള്ള ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടും. അതേപോലെ എഫ് എക്സിൽ നിന്ന് വൈയിലേക്ക് ഉണ്ടാവുകയും ജിയെ വൈയിൽ നിന്ന് എക്സിലേക്ക് ഉണ്ടാവുകയും ഇതിൻ്റെ കോമ്പോസിഷനുകൾ ഐ എക്സും ഐ വൈയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തീർച്ചയായിട്ടും എന്തായിരിക്കും, ഒരു ബൈജക്ഷൻ ആയിരിക്കും. ദെൻ എഫ് മസ്റ്റ് ബി 1 1. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഡെഫിനിഷനിലേക്ക് പോവുകയാണ്. അതായത് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ എക്സിസ്റ്റൻസിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്.
നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്തരത്തിൽ കോമ്പസിഷൻ ഫംഗ്ഷനുകൾ, രണ്ട് ഓർഡറിലെടുത്ത കോമ്പസിഷൻ ഫംഗ്ഷനുകളും ഐഡന്റിറ്റി ഫംഗ്ഷൻ ആകത്തക്ക വിധം എക്സിസ്റ്റ് ചെയ്ത ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ മറ്റൊന്നുമല്ല, അത് എഫിൻ്റെ എന്താണ്, ഇൻവേഴ്സ് തന്നെയാണ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ എഫ് ഇൻവെർട്ടബിൾ ആക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ കോൺവേഴ്സ് പറഞ്ഞാൽ എഫ് ഇൻവെർട്ടബിൾ ആണെങ്കിൽ എഫ് മസ്റ്റ് ബി എന്തായിരിക്കണം, 1 ഓണ്ട് ആയിരിക്കണം. അതായത് എഫ് എന്താണ്, ബൈജക്ഷൻ ആയിരിക്കും. അപ്പോൾ ബൈജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷന് മാത്രമേ എന്തുള്ളൂ, ഇൻവേഴ്സ് ഉള്ളൂ. 1 ഓണ്ടും ആയാൽ മാത്രമേ കോഡൊമൈനിൽ നിന്ന് ഡൊമൈനിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ഇൻവേഴ്സ്. അതാണ് നമ്മൾ അടുത്ത ഡെഫിനിഷൻ. ഇവിടെ ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ ഡെഫിനിഷനിലേക്ക് വരിക. അതാണ് എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ഡിഫൈൻ ടു ബി ഇൻവെർട്ടബിൾ if there exists a function g from y to x such that compositions g composition f is identity function and f composition g is also identity function, the function g is called the inverse of f. അത്തരത്തിലുള്ള g പറയുന്നത് f ന്റെ ഇൻവേഴ്സ് ആണ്, and is noted by f inverse. അതായത് ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ വിശദമായിട്ട് നമ്മൾ അല്ലെങ്കിൽ കോൺവേഴ്സ് ഒക്കെ മുമ്പ് പറഞ്ഞ ആ നോട്ടിൽ പറഞ്ഞ പോലെ ചർച്ച ചെയ്താൽ, if f is invertible then f must be 1 on and എഫ് ഇൻവെർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായും എഫ് എന്തായിരിക്കണം, 1 ഓണ്ടും ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, ബൈജക്ഷൻ ആയിരിക്കണം. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കണ്ടത് 1 ഓണ്ട് ഫംഗ്ഷനാണ് അപ്പോൾ ബൈജക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ മാത്രമേ ഇൻവേഴ്സ് ഉള്ളൂ. അതുപോലെ കോൺവേഴ്സ്ലി ഇഫ് എഫ് ഈസ് 1 ആൻഡ് ഓണ്ടു, ദാറ്റ് ഈസ് എഫ് ഈസ് എ ബൈജക്ഷൻ, ദെൻ എഫ് മസ്റ്റ് ബി ഇൻവെർട്ടബിൾ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അല്ലേ? അതാണ് then g is called inverse of f and is denoted by f inverse. f എഴുതിയിട്ട് മണ്ടയ്ക്ക് raised to -1. f ഇതാണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയേണ്ട കാര്യം അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യം. എഫ് ഇൻവെർട്ടബിൾ ആണെങ്കിൽ എഫ് എന്തായിരിക്കണം, ബൈജക്ഷൻ ആയിരിക്കണം. അതുപോലെ എഫ് ബൈജക്ഷൻ ആണെങ്കിൽ എഫ് എന്തായിരിക്കും, ഇൻവെർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഐഡിയ വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഇൻവെർട്ടബിളിൻ്റെ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യാം, ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്.